നമസ്കാരം. കേരള ന്യൂസ് 60 വാർത്തകൾക്ക് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ആ ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ വാർത്തകളൊക്കെ തത്സമയമായി തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വാർത്തയിലേക്ക്. തെരഞ്ഞെടുപ്പിന് ശേഷം അങ്ങനെ എവിടെ പോയി നമ്മുടെ വി ഡി സതീശൻ എന്ന് എല്ലാവരും ആലോചിക്കുകയായിരുന്നു. അങ്ങനെ വി ഡി സതീശനെ മാധ്യമങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പൊതുവെ ഇപ്പോൾ നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ ഈ വി ഡി സതീശന്റെ ജമാഅത്തി പ്രേമമാണല്ലോ ചർച്ച. അതുമായിട്ട് ബന്ധപ്പെട്ട് UDF-ൽ വലിയ പൊട്ടിത്തെറിയാണ്. ലീഗ് അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിരവധി ആളുകളൊക്കെ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് CPM-ൽ ചേർന്നിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണോ പ്ലാൻ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കും. അങ്ങനെ മാധ്യമപ്രവർത്തകർ ചോദിച്ചു. അപ്പോൾ നമ്മുടെ വി ഡി സതീശൻ നടത്തിയ പ്രതികരണം ആദ്യം ഒന്ന് കേൾക്കാം. അതൊക്കെ വരട്ടെ. ഞാൻ പറഞ്ഞല്ലോ, അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരള രാഷ്ട്രീയത്തിൽ വിസ്മയമുണ്ടാകുന്ന തരത്തിൽ UDF-ന്റെ അടിത്തറ വിപുലീകരിക്കും. അതെങ്ങനെയാണെന്നുള്ളതിന്റെ വിശദീകരണമൊന്നും ദയവ് ഇതിപ്പോ ചോദിക്കുന്നത്. കേട്ടല്ലോ, ഇങ്ങനെ തന്നെ പോകാനാണ് സാധ്യത എന്ന ഒരു സൂചന തന്നെയാണ് വി ഡി സതീശൻ നൽകുന്നത്. എന്തായാലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അടിത്തറ വിപുലീകരിക്കും എന്ന് പറയുന്ന വി ഡി സതീശൻ അതെങ്ങനെയാണെന്നൊന്നും എന്റെ അടുത്ത് ചോദിക്കരുത് എന്ന് കൂടി മാധ്യമപ്രവർത്തകരോട് ആവശ്യപ്പെടുന്നുണ്ട്. നിങ്ങളത് പറയേണ്ട ഒരു കാര്യവുമില്ല. പറയാതെ തന്നെ ഇപ്പോൾ ഏറെക്കുറെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ന്യൂനപക്ഷ വർഗീയതയും അതുപോലെ തന്നെ ഭൂരിപക്ഷ വർഗീയതയും നിങ്ങൾ താലോലിക്കില്ല, അവരുമായിട്ട് സന്ധി ചേരില്ല എന്നൊക്കെ പറഞ്ഞാൽ അവരുമായിട്ട് മാത്രമേ സന്ധി ചേരൂ എന്ന് നമ്മൾ അങ്ങ് മനസ്സിലാക്കണം. അത് നിങ്ങൾ എന്ത് ചെയ്യില്ല എന്ന് പറയുന്നു, അതിന് ഓപ്പോസിറ്റ് ആണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ള കാര്യം പൊതുവെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതായത് നിങ്ങൾ ഏത് വർഗീയ പാർട്ടിയാണോ ഉയർത്തി കാണിക്കുന്നത് അവരെ നിങ്ങൾ വെള്ളം പൂശും. ഇപ്പൊ തന്നെ ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ഒരു വർഗീയ സംഘടനയാണ്. സംഘപരിവാറിന്റെ തനി പതിപ്പാണ് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി. അതിനെ താലോലിച്ചപ്പോൾ വി ഡി സതീശൻ പറഞ്ഞത് മതരാഷ്ട്രവാദമല്ല ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് 2026 നിങ്ങൾ ഈ വിപുലീകരിക്കുമ്പോൾ ഒരുപക്ഷെ RSS-ഉം സംഘപരിവാറും ഒക്കെയായി നിങ്ങൾ കൈകോർക്കുമ്പോൾ, അങ്ങനെ കൈകോർത്താൽ അവരെ ഏത് രീതിയിലാകും വെളുപ്പിക്കുക, ഏത് രീതിയിലാകും നിങ്ങൾ സവർക്കറടി നടത്തുക എന്ന് തന്നെയാണ് ജനങ്ങളൊക്കെ ഇങ്ങനെ ഉറ്റുനോക്കുന്നത്. എന്തുവാകട്ടെ, നമുക്ക് ആ സമയത്ത് ഈ പറയുന്ന വി ഡി സതീശന്റെ വെളിപ്പെടുത്തലിന് വേണ്ടി കാത്തിരിക്കാം. അതിനിടയിൽ PV അൻവറുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നമുക്കറിയാമല്ലോ, ഈ PV അൻവറിന്റെ വിഷയത്തിൽ ഇപ്പോൾ KPCC പ്രസിഡന്റ് ഒരു തട്ടിൽ, അതുപോലെ തന്നെ വി ഡി സതീശൻ മറ്റൊരു തട്ടിലാണ്. അപ്പോൾ പല രീതിയിലുള്ള അഭിപ്രായമാണ് നിലവിലുള്ളത്. അപ്പൊ ഈ KPCC പ്രസിഡന്റ് അൻവറിനെ എടുക്കാം എന്ന നിലയിൽ പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഈ നോ കമന്റ് എന്ന് മാത്രം സതീശൻ പറയുന്നത് എന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്. ഇപ്പോഴും അത് തന്നെയാണോ പറയാനുള്ളത്? ഇപ്പോഴും അൻവറിനെ എടുക്കുന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ രണ്ട് തട്ടിലാണോ എന്ന് ചോദിക്കുമ്പോൾ വി ഡി സതീശന്റെ പ്രതികരണം ഒന്ന് കാണാം. എല്ലാ ദിവസവും ഒരേ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്താ കാര്യം? എല്ലാ ദിവസവും പറയേണ്ട കാര്യമില്ലല്ലോ. രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് എല്ലാ ദിവസവും ഒരേ ചോദ്യം ചോദിച്ചാൽ അതിന്റെ ഉത്തരവില്ല. ഒരു പ്രാവശ്യം പറഞ്ഞാൽ അതാണ് ഉത്തരം. അങ്ങനെയല്ലല്ലോ. അത് പറഞ്ഞല്ലോ, പിന്നെ എല്ലാ ദിവസവും അത് ചോദിക്കണെന്തിന്? അതൊക്കെ പറഞ്ഞല്ലോ, ഇന്നലെ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി എല്ലാ ദിവസവും അത് പറഞ്ഞു പിന്നെ അതുണ്ടാക്കണം. ഞാൻ പറഞ്ഞല്ലോ, അവസാന കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞല്ലോ. എന്തിനാ എല്ലാ ദിവസവും അത് തന്നെ ചർച്ച ചെയ്യണം? വേറെ എന്തെല്ലാം നോ കമന്റ് എന്നൊക്കെ വി ഡി സതീശൻ പറയുന്നതിൽ നിന്ന് തന്നെ നമുക്ക് ഒരു കാര്യം വ്യക്തമാണ്. ഈ വിഷയത്തിൽ ഭിന്ന അഭിപ്രായം നിലനിൽക്കുന്നു. KPCC പ്രസിഡന്റ് ഒരു തട്ടിൽ, പ്രതിപക്ഷ നേതാവ് മറ്റൊരു തട്ടിൽ എന്നുള്ളതാണ്. നമ്മൾ കെ സുധാകരൻ KPCC പ്രസിഡന്റ് ആയിരുന്ന സമയത്തൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതായത് KPCC അധ്യക്ഷന്റെ വാക്കിന് ഒരു വിലയും കൊടുക്കാത്ത പ്രതിപക്ഷ നേതാവിനെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് തന്നെ നമ്മൾ ഇവിടെയും കാണുകയാണ്. അതേ ധാർഷ്ട്യത്തോടെ തന്നെ വി ഡി സതീശൻ മുന്നോട്ട് പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താകും വി ഡി സതീശൻ വഹിക്കുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നുമല്ല, PV അൻവറിനെ മുന്നണിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ PV അൻവർ പ്രതിപക്ഷ നേതാവിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ ശരിവെക്കുന്നതിന് തുല്യമാകില്ലേ എന്നൊരു തോന്നൽ ആകാം മിക്കവാറും വി ഡി സതീശനെ കൊണ്ട് നോ കമന്റ് പറയിപ്പിക്കുന്നത്. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ ആക്രമിക്കാൻ വേണ്ടി നിങ്ങൾ PV അൻവറിനെ ചുമന്ന് നടന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് ജനം വിലയിട്ടതാണ്. അതായത് PV അൻവർ പറഞ്ഞതിൽ ഒരു കഴമ്പുമില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ അയാളെ മാറ്റി നിർത്തുന്ന സാഹചര്യമാണ് ഉണ്ടാവുകയുള്ളൂ. പക്ഷേ അദ്ദേഹവുമായി പല വേദികൾ പങ്കിട്ടു, അദ്ദേഹവുമായി നിങ്ങൾ കൈകോർക്കുന്ന കാഴ്ചയൊക്കെ നിലവിൽ ജനങ്ങൾ കണ്ടതാണ്. അപ്പൊ അതിനെപ്പറ്റിയൊന്നും എന്തായാലും വി ഡി സതീശനെ ഓർത്ത് ബേജാറാകേണ്ട ഒരു കാര്യവുമില്ല. മാത്രവുമല്ല, എന്ത് രീതിയിലുള്ള ആരോപണങ്ങളൊക്കെയാണ് ഈ പറയുന്ന PV അൻവർ ഉന്നയിച്ചത്? അതായത് വി ഡി സതീശൻ 150 കോടി രൂപ കേരളയിൽ അട്ടിമറിക്കുന്നതിന് വേണ്ടി വൻകിട ഭീമൻ കമ്പനിയുടെ കയ്യിൽ നിന്ന് അഴിമതിയായിട്ട് പൈസ മേടിച്ചു, അങ്ങനെ കൈക്കൂലി മേടിച്ചു എന്നാണ് പറഞ്ഞത്. അതും മീൻവണ്ടിയിലൂടെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. പുനർജനി കേസുമായിട്ട് ബന്ധപ്പെട്ട് അഴിമതി ആരോപണം ഉന്നയിച്ചു. അങ്ങനെ നിരവധി ആരോപണങ്ങൾ ഈ പറയുന്ന വി ഡി സതീശനെതിരെ ഉന്നയിച്ചതാണ്. ആ ഉന്നയിച്ച ആരോപണങ്ങളിലൊക്കെ ഈ പറയുന്നത് പോലെ എന്തെങ്കിലും ഒരു ഭിന്ന അഭിപ്രായം കോൺഗ്രസിനകത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ PV അൻവറിനെ ഇടുക്കുന്ന കാര്യത്തിൽ ഒരു സ്റ്റാൻഡ് KPCC പ്രസിഡന്റ് സ്വീകരിക്കില്ലായിരുന്നു. ഇത്രയുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിട്ടും, അതായത് PV അൻവറിനെ എടുക്കാമെന്നൊരു നിലപാട് KPCC പ്രസിഡന്റ് ആയിട്ടുള്ള സണ്ണി ജോസഫ് എടുക്കുന്നുണ്ടെങ്കിൽ സതീശനോട് എന്തോ രീതിയിലുള്ള ഒരു താല്പര്യക്കുറവ് KPCC പ്രസിഡന്റ് ഉണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ PV അൻവറിനോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ പകുതി പോലും സതീശനോട് കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചാലും തെറ്റു പറയാൻ പറ്റില്ല, അല്ലെ? സത്യമല്ലേ? എന്റെ പേര് പറയരുത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പേര് പറഞ്ഞ ഇങ്ങനെ
ഇതിനിടയിൽ മാധ്യമപ്രവർത്തകർ ഒരു കാര്യം കൂടി ചോദിക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ചോദിക്കുന്നുണ്ട്. ആ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിന് വളരെ രസകരമായിട്ടുള്ള ഒരു ഉത്തരമാണ് വി ഡി സതീശൻ നൽകുന്നത്. അതുകൂടി ഒന്ന് നമുക്ക് കാണാം. ടീം UDFന്റെ വിജയമാണ് നിലമ്പൂരിൽ കണ്ടത്. അത് ഒരു വ്യക്തി കേന്ദ്രീകൃതമല്ല, വ്യക്തി കേന്ദ്രീകൃതമല്ല, ടീം UDF ആണ്. അതായത് വിവിധ പാർട്ടികളുടെ കോൺഫെഡറേഷനാണ് UDF, പ്ലാറ്റ്ഫോമാണ്. പക്ഷേ ആ വിവിധ പാർട്ടികളുടെ പ്ലാറ്റ്ഫോം ഒരു പാർട്ടിയെ പോലെ പ്രവർത്തിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. മുതിർന്ന നേതാക്കളുടെ ഗൈഡ് ലൈനും അവരുടെ അനുഗ്രഹങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ചെറുപ്പക്കാരുടേത് എന്റെ അടുത്ത് നിൽക്കുന്ന സി ചാണ്ടി ഉമ്മൻ 3000 വീട് കയറിയ ആളാണ്. കേരളത്തിലെ ഒരു യുവനിര, രണ്ടാം നിര കോൺഗ്രസിലും UDFലും ഉണ്ട്. ഒരു രണ്ടാം നിര, അത് ജനങ്ങൾക്ക് ഇഷ്ടമുള്ള, ജനങ്ങൾ സ്നേഹിക്കുന്ന, കഠിനാധ്വാനം ചെയ്യുന്ന UDFനെ വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള മുന്നണി പോരാളികളാണ്. അവരും കൂടിയാണ് ഈ വിജയത്തിന്റെ ശില്പികൾ. അപ്പോൾ ഒരു പക്വതയേറിയ മുതിർന്ന ആളുകളും യുവത്വം തുളുമ്പുന്ന ഒരു രണ്ടാം നിരയും ഒരുമിച്ച് ചേർന്നിട്ടാണ് ഈ വലിയ വിജയം ഉണ്ടായത്. ടീം UDF ഒരു വ്യക്തിക്ക് അവകാശപ്പെട്ടതല്ല. അല്ലപ്പ ഇതെന്താണ് പെട്ടെന്ന് ഈ സതീശൻ ഈ രീതിയിലുള്ള ഒരു പ്രതികരണം രേഖപ്പെടുത്തുന്നതെന്ന് പലരും ആലോചിക്കുന്നുണ്ടാവും. ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ ക്രെഡിറ്റും ഒറ്റയ്ക്ക് തട്ടിയെടുക്കാൻ വേണ്ടിയാണല്ലോ തുടക്കത്തിൽ സതീശൻ ശ്രമം നടത്തിയത്. അതിനെ പലരും പരാജയപ്പെടുത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. പെട്ടെന്ന് ഇപ്പോൾ ടീം UDFന്റെ വിജയമാണ് എന്ന് പറയാനിടയായ സാഹചര്യം വേറൊന്നുമല്ല. ഈ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് കൈകോർത്തു. പക്ഷേ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് വളരെ അഭിമാനത്തോടെ ഇത് പറഞ്ഞുകൂടി തന്നെ UDFന് ഒരു വർഗീയ മുഖം വന്നിരിക്കുകയാണ്, ഒരു സംഘപരിവാർ മുഖം വന്നിരിക്കുകയാണ്. അപ്പോൾ മാത്രമല്ല BJPയുടെ SDPയുടെ ഒക്കെ വോട്ട് മേടിക്കുന്നു, തന്നവരൊക്കെ പരസ്യമായിട്ട് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ വരുന്നു. ഇതൊക്കെ വന്നതോടുകൂടി തന്നെ മൊത്തത്തിൽ വി ഡി സതീശനാണ് ഇത് പാമ്പായി മാറിയത്. അതായത് ഞങ്ങൾ എല്ലാവരുമായിട്ട് കൈകോർക്കും എന്ന രീതിയിലുള്ള ഒരു പ്രതികരണമൊക്കെ നമ്മുടെ വി ഡി സതീശൻ നടത്തിയിരുന്നല്ലോ. അപ്പോൾ വി ഡി സതീശന്റെ ഈ എടുത്തുചാട്ടവും ഈ ഗീർവാണമടിയും ഒക്കെ UDFന് വലിയ തലവേദനയായി എന്ന് മാറിയപ്പോൾ എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ വി ഡി സതീശൻ അതായത് ഈ വിജയം എന്റെ മാത്രമല്ല, ഇത് ടീം UDFന്റെ ഒരു വിജയമാണെന്ന് പറഞ്ഞ് ഇതിന്റെ ഈ വർഗീയ കൂട്ടുകെട്ടിന്റെ ഒക്കെ ചെറിയ ക്രെഡിറ്റ് മറ്റുള്ള നേതാക്കൾക്ക് കൂടി കൊടുക്കുകയാണ്. ആ ക്രെഡിറ്റ് ഞങ്ങൾക്ക് വേണ്ട എന്ന് തന്നെയാണ് ലീഗിന്റെ MK മുനീറൊക്കെ മറ്റൊരു രീതിയിൽ പരോക്ഷമായിട്ട് ഈ പറയുന്ന ലീഗും ജമാഅത്ത് ഇസ്ലാമിയും രണ്ടും രണ്ടാണ് എന്ന രീതിയിലുള്ള പ്രതികരണമൊക്കെ രേഖപ്പെടുത്തി നമ്മുടെ സതീശൻ അറിയിച്ചത് എന്നത് മറ്റൊരു വസ്തുത തന്നെയാണ്. ഞാൻ എന്ന വ്യക്തി ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഞാൻ UDF എടുത്ത തീരുമാനം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെല്ലാം കൂടി അത് ഞാൻ എടുത്ത തീരുമാനമാക്കി. UDF ഏകകണ്ഠമായിട്ട് എടുത്ത തീരുമാനമാണ്. UDF എക്കാലത്തും വർഗീയതയുടെ കാടിറക്കിക്കൊണ്ട് വർഗീയ ശക്തികളുടെ കൂട്ടുപിടിച്ചുകൊണ്ട് നമ്മുടെ മതേതര ഇന്ത്യയെ തോൽപ്പിച്ചു കളയാമെന്ന് വിചാരിക്കരുത്. ഏതൊക്കെ ശക്തികളുമായി വന്നാലും മതേതരത്വം തലയുയർത്തി പിടിച്ചു തന്നെ നിൽക്കും. മതേതര കേരളം അതിനെ ചെറുത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്. നോ കമന്റ്സ്.